നമസ്കാരം. ഗൾഫ് വാർത്തകൾ. ഈ വർഷത്തെ മികച്ച ഇസ്ലാമിക വ്യക്തിത്വത്തിനുള്ള അന്താരാഷ്ട്ര പുരസ്കാരം സ്വീകരിക്കാൻ എഴുത്തുകാരനും മുൻ യുഗോസ്ലാവിയൻ പ്രസിഡന്റുമായ അലീജ അലി ഇസഫ് ബെഗോവിച്ച് ഇന്ന് ദുബായിലെത്തി. UAE പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര ഖുർആൻ അവാർഡിനാണ് ബെഗോവിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടത്. ദുബായിലെ സാ അബീൽ വലിയ പള്ളിയിൽ നടക്കുന്ന ചടങ്ങിൽ ഷെയ്ഖ് മുഹമ്മദ് ബെഗോവിച്ചിന് പുരസ്കാരം സമ്മാനിച്ചു. ആളോഹരി വാർഷിക വരുമാനത്തിൽ UAE മറ്റ് അറബ് രാഷ്ട്രങ്ങളെക്കാൾ മുന്നിലാണെന്ന് ഇത് സംബന്ധിച്ച് നടന്ന ഒരു പഠന റിപ്പോർട്ടിൽ വെളിപ്പെടുത്തി. UAEയുടെ ആളോഹരി വാർഷിക വരുമാനം സ്പെയിൻ, പോർച്ചുഗൽ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളെക്കാൾ മുന്നിലാണെന്ന് വേൾഡ് സ്റ്റേറ്റസ് 2002 എന്ന ഫ്രഞ്ച് പ്രസിദ്ധീകരണം നടത്തിയ പഠന റിപ്പോർട്ടിലുണ്ട്. കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളും ആളോഹരി വാർഷിക വരുമാനത്തിൽ UAEയേക്കാൾ പിന്നിലാണ്. 8ാമത്തെ വയസ്സിൽ സ്വന്തമായി വെബ്സൈറ്റ് ഉണ്ടാക്കിയ മലയാളി ബാലൻ ഗൾഫ് മലയാളികൾക്കിടയിൽ അത്ഭുതമാകുന്നു. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ഓൺലൈൻ ഡിസൈനർ എന്നാണ് വാർത്താമാധ്യമങ്ങൾ ഈ കൊച്ചു പ്രതിഭയെ വിശേഷിപ്പിക്കുന്നത്. റിപ്പോർട്ട്. കണ്ണൂർ ജില്ലയിലെ പാനൂർ സ്വദേശി സുബൈറിന്റെയും നജ്മയുടെയും മകനായ തഹസീബ് തന്റെ 8ാം വയസ്സിൽ www.cyberharddisk.com എന്ന വെബ്സൈറ്റിന് രൂപം നൽകിക്കൊണ്ടാണ് ഈ രംഗത്തെ തന്റെ മികച്ച ചുവടുവയ്പ്പിന് തുടക്കം കുറിച്ചത്. മൈക്രോമീഡിയ ഫ്ലാഷും മറ്റും ഉപയോഗിച്ച് തഹസീബ് ഡിസൈൻ ചെയ്ത സൈറ്റിൽ ആനിമേഷന്റെ സാധ്യതയും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പഠനത്തിലും മറ്റ് കലാരംഗങ്ങളിലും അസാധാരണമായ മിടുക്ക് കാണിക്കുന്ന ഈ കുട്ടി UAEയിൽ വാർത്താ മാധ്യമങ്ങൾക്ക് കൗതുകമായിരിക്കുകയാണ്. എങ്ങനെ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നത് തോന്നാൻ കാരണം എന്താ? എനിക്ക് ഇഷ്ടമായതുകൊണ്ട് എൻ്റെ ഉപ്പ കളിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഞാനും ഉണ്ടാക്കാം. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി. ഉപ്പ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ടോ ഉണ്ടാക്കാൻ? ഉപ്പ സഹായിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു പ്രാവശ്യം ഉപ്പ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി. വോയിസ് റെക്കോർഡ്, ചാർട്ടുകൾ, എക്സൽ, പവർ പോയിന്റ് എന്നിവയുടെ സാധ്യതകളും തഹസീബ് തന്റെ സൈറ്റിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അൻവർ പലേരി, ഏഷ്യാനെറ്റ് ന്യൂസ്, ദുബായ്. ബഹ്റൈനിൽ തൊഴിൽ മേഖലയിൽ നടത്തിവരുന്ന ദേശസാൽക്കരണത്തിന്റെ ഭാഗമായി 100 കണക്കിന് തദ്ദേശീയർ വിവിധ തൊഴിൽ മേഖലകളിൽ പരിശീലനം പൂർത്തിയാക്കി. ഇതനുസരിച്ച് 15,000-ഓളം ബഹ്റൈനികൾക്ക് പുതുതായി തൊഴിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. പുതിയ നിയമപ്രകാരം ബഹ്റൈനിൽ ഹെവി വെഹിക്കിൾ ഡ്രൈവർമാർ, ഗാർഡനിംഗ്, ക്ലീനർ, ഓഫീസ് മെസ്സഞ്ചർ തുടങ്ങിയ തസ്തികകൾ പൂർണ്ണമായും തദ്ദേശീയർക്കായി നീക്കിവച്ചിരിക്കുകയാണ്. റീറ്റെയിൽ ഷോപ്പുകളിൽ 50% സ്വദേശീയർക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. നിശ്ചിത